ഹായ് ഫ്രണ്ട്സ്, ഇന്ന് സോയ ചങ്ക്സ് ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു സ്നാക്ക് പോലെയും കഴിക്കാൻ പറ്റും. ഒത്തിരി പ്രോട്ടീനൊക്കെ അടങ്ങിയിട്ടുണ്ട് ഈ സോയ ചങ്ക്സിൽ. അപ്പോൾ ഇത് വീട്ടിലെങ്ങനെയാണ് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ സോയ ചങ്ക്സ് ഒരു അരമണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്ത ശേഷം നന്നായി കഴുകി പിഴിഞ്ഞ് വെള്ളം കളഞ്ഞ് വച്ചിരിക്കുന്നതാണിത്. അപ്പോൾ ഇത് ചെറിയ ടൈപ്പ് ബോളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കുറച്ചുകൂടി വലിയ ടൈപ്പ് കിട്ടും. അങ്ങനെയാണെങ്കിൽ അതൊന്ന് കട്ട് ചെയ്തെടുക്കേണ്ടി വരും. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള മസാലക്കൂട്ട് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ ഇച്ചിരി പുളിയുള്ള തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, അതുപോലെ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, ഒരു അരമുക്കാൽ സ്പൂൺ ഗരം മസാല, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3-4 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ ബീട്രൂട്ടിൻ്റെ കഷ്ണം. ഇത് വെറുതെ ഒരു കളറിന് വേണ്ടിയാണ് ചേർക്കുന്നത്. ഇത് ചേർത്താൽ നല്ല ടേസ്റ്റിനൊന്നും വലിയ ചേഞ്ചൊന്നും വരില്ല, കുഴപ്പമൊന്നുമില്ല, നല്ല കളർ കിട്ടുകയും ചെയ്യും. അതുപോലെ ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് മല്ലിയില കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതെല്ലാം കൂടെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി അരച്ച് എടുക്കണം, പേസ്റ്റ് പോലെ ആക്കി എടുക്കണം. അപ്പോൾ ഞാൻ ഇതെല്ലാം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല, ഇങ്ങനെ തന്നെ അരച്ച് നല്ല പേസ്റ്റാക്കി എടുക്കണം. അപ്പോൾ ഇത് നല്ല പേസ്റ്റായി കിട്ടിയിട്ടുണ്ട്, നല്ല കളറൊക്കെ ഉണ്ട്. ഇനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന സോയ ചങ്ക്സിലേക്ക് ഈ പേസ്റ്റ് ഇടുക. അതിനുശേഷം നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്നുകൂടെ കൈ വെച്ചുകൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിതൊരു അരമണിക്കൂർ ഇങ്ങനെ വയ്ക്കുകയാണ്. അപ്പോൾ അതിന് ശേഷം ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അരമണിക്കൂർ നമ്മളിങ്ങനെ മാരിനേറ്റ് ചെയ്യാൻ വച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ എല്ലാ ഉള്ളിലേക്കൊക്കെ പിടിച്ചിട്ടുണ്ടാവും. അതാണിപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. നല്ല കളറൊക്കെ ഉണ്ട്. ഇപ്പോൾ ബീട്രൂട്ടൊന്നും ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, അങ്ങനെ പ്രശ്നമൊന്നുമില്ല. നമ്മുടെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്താൽ മതി. ഇതിപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. കോരിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള ബാക്കി കൂടി വറുത്ത് കോരിയെടുക്കുകയാണ്. കോരി വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.